UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിലെ ചേലോറ മാലിന്യ പ്ലാന്റിൽ ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ വൻ അഴിമതി നടന്നതായി CPM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 1.77 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. വിജിലൻസ് അന്വേഷണം വേണമെന്നും LDF പരാതി നൽകുമെന്നും MB ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭ അധികൃതരുമായി നടത്തിയ സംയുക്ത സ്ഥല പരിശോധനയിൽ ഒരു സ്ക്രീനർ വിത്ത് കൺവേയർ ബെൽറ്റ് മാത്രമാണ് കരാറുകാരന് കൈമാറിയതായി സൈറ്റിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആകെയുള്ള ക്വാണ്ടിറ്റി കരമാലിന്യങ്ങൾ മുഴുവൻ ഇവരവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പൽ കരാർ നിൽക്കുമ്പോൾ ഇവർ സംയുക്തമായി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഇത്രയേ നിങ്ങൾ നീക്കണം. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടാ, വലിയ പൈസയൊന്നും ചിലവാകില്ല. കരാറിൽ പറയുന്നത് എന്താ? വിവിധ തരം മാലിന്യം പൂർണ്ണമായി സൈറ്റിൽ നിന്ന് കൊണ്ടുപോയി ക്ലിയേർഡ് സൈറ്റ് ലെവൽ ചെയ്ത് നഗരസഭയെ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. കൗൺസിൽ യോഗത്തിലെ 18ാമത്തെ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ അജണ്ട മാറ്റരുത് എന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? അത് ഈ നാടിനറിയണം. അതുകൊണ്ട് ജനങ്ങളുടെ പണമാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ കരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള കരാറിലൂടെ തട്ടിയെടുക്കുന്നത്. 86 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 2.63 കോടി രൂപയാണ് കോർപ്പറേഷൻ കൊടുത്തത്. കരാർ മുഴുവൻ പണി പൂർത്തീകരിച്ച 7.65 കോടി രൂപയാണ് ഈ കമ്പനിക്ക് കിട്ടുക. അതിനെന്ത് ചെയ്തു? സംയുക്ത സ്ഥല പരിശോധന നടത്തിയിട്ട് ഇത്രയാണ് ഇത് നീക്കം ചെയ്തതായി കള്ളപ്രമാണം ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടുക. അതാണ് അവർ നടത്താൻ പോകുന്ന നീക്കം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നഗരത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചുവെങ്കിലും ഒരു കാർ പോലും ഇതുവരെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും MB ജയരാജൻ പറയുകയുണ്ടായി. അല്ല, നിയമ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണല്ലോ അദ്ദേഹം. ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പം മേയർ അല്ലെങ്കിലും കൗൺസിൽ സ്ഥാനത്ത് നിന്നെങ്കിലും രാജിവെക്കണം. കാരണം ഒന്ന്, ഖരമാലിന്യം നീക്കം ചെയ്യുന്ന കരാർ. 2, ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഒരു മൾട്ടിയുമില്ല, ഒരു സിംഗിളും ഇല്ല. ഏതൊക്കെ ഒന്ന് ചെയ്യണ്ടേ? ഒരൊറ്റ കാറിനെയെങ്കിലും അവിടെ കയറ്റി വെച്ചൂടെ? ഒന്നുമില്ല. എത്ര പൈസയാ അത് സാമൂഹ്യ നഷ്ടമാക്കി മാറ്റിയത്. മറ്റൊന്ന്, ഇവിടുത്തെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ്. അതോട് പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു CPM-ഉം ഇടതുപക്ഷവും. കാരണം എന്താ? നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റായിട്ട് അത് മാറുമെന്നാണ് കരുതിയത്. അത് ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ആരംഭിച്ചതാണ്. പക്ഷേ എന്താ ഇപ്പോൾ നടക്കുന്നത്? അവിടത്തേക്ക് ആവശ്യമുള്ള ദ്രവമാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റോഡാകെ വെട്ടിമുറിച്ചത്. അതൊക്കെ കൊണ്ടുപോകാനുള്ള സംവിധാനമല്ലേ? അവിടത്തേക്ക് അതുവഴി ഒഴുകുന്നുണ്ടോ? അത് കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ പറയട്ടെ. എന്നാൽ വെട്ടിപ്പൊളിച്ച റോഡ് പുനഃസ്ഥാപിച്ചോ? ഗതാഗത യോഗ്യമാക്കിയോ? നമ്മുടെ ഈ ഓഫീസിൻ്റെ മുമ്പിലുള്ള അതിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്ക്, അന്ന് വെട്ടിപ്പൊളിച്ചതല്ലേ. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അതിൻ്റെ UDF ഭരണം തികഞ്ഞ പരാജയം. അതെ, അതിൽ വിജിലൻസിന് ആദ്യം പരാതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ബാക്കി എന്ത് നിയമപരമായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് AGയുടെ
വാഗൻ 2 എന്ന പ്രധാന റിപ്പോർട്ടിൽ മുഖ്യ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞിട്ടാണ് വിവരിച്ചത്. കാരണം അത് അവർക്കും അറിയാം ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. അന്ന് പരാതിയൊക്കെ പോയതാണ്. അന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് കരമാലിന്യം നീക്കം ചെയ്യാതെ അവിടെ മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കരാറുള്ള തുക തട്ടിയെടുക്കാനുള്ള നീക്കമാണ്. ഒരു ഇൻസ്റ്റാൾമെൻ്റ് അന്ന് കൊടുത്തിരുന്നു. ഇതിൽ ഏജ് പറയുന്ന 2 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിരിക്കുകയാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് അന്ന് തന്നെ ഇതിൽ കുറച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ്. ആ ആക്ഷേപങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഇനി വേണ്ടത്. അതെന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.